ബോച്ചേടി വെച്ച് വിറ്റത് തക്കാളിപ്പെട്ടിമനായിരുന്നു. അത് MCV വന്ന് രവിയുടെ വന്നെടുത്തു. MCVയിൽ വന്ന് അങ്ങനെയാണ് ബോച്ച സാറിലേക്ക് എത്തിയത്. അങ്ങനെയാണ് സാർ എനിക്ക് വീഡിയോ കണ്ട് സാർ എനിക്ക് കട തരുന്നത്. വീഡിയോ കണ്ടിട്ട് ബോച്ചെ വിളിക്കായിരുന്നു അല്ലേ? വിളിച്ചിട്ട് എന്താ പറഞ്ഞു? എന്തായിരുന്നു? വിജിനിയാണോ ചോദിച്ചു. ഞാൻ പറഞ്ഞു അപ്പം ഞാൻ തക്കാളിപ്പെട്ടിമേൽ ബോച്ചേടി വെച്ച വിജിനിയാണോ. ഒരുപാട് സന്തോഷമായിട്ടോ വിജിനി കണ്ടപ്പോൾ. വിജിനിക്ക് ഞാൻ പറഞ്ഞു എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു വിജിനിക്ക് ഒരു കടയോ ഞാൻ ഒരു വണ്ടിയോ ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് എനിക്കിപ്പോൾ ഒരു കട തന്നു. ഒരുപാട് സന്തോഷം. എനിക്ക് ആരുമില്ല, എനിക്ക് അമ്മയേ ഉള്ളൂ. അച്ഛൻ മരിച്ചതാണ്, ഭർത്താവ് ഉപയോഗിച്ചാണ്. ഒരാങ്ങളെ സഹോദരൻ മരണപ്പെട്ടു പോയത്. അത് ഒരു വർഷം മുമ്പ്. ഞാനും അമ്മയും മോളും ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് ഈ ഇത് കിട്ടിയ ഒരുപാട് സന്തോഷം. ബോച്ച സാറിന് പറഞ്ഞറിയിക്കാൻ പറ്റിയില്ല. ഒരുപാട് സന്തോഷം. ഈ വണ്ടി എത്ര ടീയാ തന്നിട്ടുള്ളത്? 3 ബാഗാണ് തന്നത്. 3 ബാഗ്. ഇത് തീർന്നു കഴിഞ്ഞാൽ ഇനി വാങ്ങേണ്ടി വരും അല്ലേ? വേറെ എന്തെങ്കിലും സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു? ഒന്നും പറഞ്ഞിട്ടില്ല. ഒക്കെ ശരിയാക്കാന്ന് പറഞ്ഞിട്ടുണ്ട് സാർ. അപ്പോൾ ഇവിടെ ഈ ഭാഗത്തേക്ക് ആദ്യമായിട്ടേക്കില്ലേ ബോച്ച വന്നിട്ടുണ്ടാകുക? ഈ ഭാഗത്തേക്ക് സാർ ഇതിപ്പോൾ ചേച്ചി ഒരു ഉദാഹരണമായി. എല്ലാവർക്കും ബോച്ചനെ കാണാനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഞാനും വിചാരിച്ചിട്ടില്ല സാറിനെ കാണും എന്നൊരു പ്രതീക്ഷ എനിക്കില്ലായിരുന്നു. ഞാൻ ഈ തക്കാളിപ്പെട്ടിമേൽ ഇത് വെച്ചപ്പോൾ എന്നെ കളിയാക്കിയവരും പരിഹസിച്ചവരും ഒക്കെ ഉണ്ട്. പക്ഷേ എൻ്റെ വീട്ടിനടുത്തുള്ള ഒരു ചേച്ചി എന്നോട് പറഞ്ഞു ധൈര്യത്തിൽ വെച്ച് നിന്നോ ഈ കാരണം മുന്നോട്ടെത്തുമ്പോൾ ബാക്കോട്ട് നോക്കിയാൽ എനിക്ക് അഭിമാനിക്കാം എന്ന് ചേച്ചി പറഞ്ഞു. അതൊരു വാക്കിൻ്റെ പുറത്ത് ഞാൻ നിന്നു, ധൈര്യത്തിൽ നിന്നു. ഇപ്പോൾ സാറ് എനിക്ക് കട വെച്ച് തുടങ്ങി. ബോച്ച ഇപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ കുടുങ്ങുന്നതിന് മുമ്പാണല്ലോ അല്ലേ ചേച്ചിക്ക് ഇത് വാഗ്ദാനം ചെയ്തത്? അപ്പൊ അതിനിടയ്ക്ക് ബോച്ച ജയിലിൽ പോയപ്പോൾ ഉണ്ടായ ഒരു ചേച്ചിന്റെ ഒരു അവസ്ഥ ഇതെന്തായിരുന്നു? മാനസികമായി തളർന്നു പോയി ഞാൻ. കാരണം വെച്ചാൽ നമ്മളെ സ്നേഹിക്കുന്ന ഒരാൾക്ക് ഇങ്ങനെയൊന്ന് പറ്റിയെന്ന് പറയുമ്പോൾ നമുക്ക് സങ്കടം ഉണ്ടാവില്ലേ? തളർന്നു പോയി ഞാൻ, ആകെ തളർന്നു പോയി. ഇതൊരു വിഷമമായി പോയി. കാരണം ഞാൻ കരഞ്ഞു പോയിട്ടുണ്ട്. ദിവസങ്ങളുണ്ട്, കരഞ്ഞ ദിവസമുണ്ട്. ഞാൻ ഇത് ഇറങ്ങിയെന്ന് പറഞ്ഞപ്പോൾ ഒരു ഭയങ്കര സന്തോഷമുണ്ടാകും. ഞാൻ ലഡു വാങ്ങി കഴിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. സന്തോഷം. കുറച്ചെങ്കിലും ആളുകൾ ഇങ്ങനെ പറയുന്ന പോലെ ബോച്ച ഒരു തെറ്റ് ചെയ്ത് കാണുമോ? ചേച്ചിക്ക് ഇപ്പം ബോച്ചയെ നല്ലപോലെ ഇല്ല, ഒരു തെറ്റും സാറ് ചെയ്യില്ല. കാരണം വെച്ചാൽ അങ്ങനെ തെറ്റ് ചെയ്യുന്ന ഒരു സാറല്ല അത്. ഏത് തെറ്റിലേക്ക് സാറിനെ അരക്കുകയോ ചെയ്ത് കുടിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. പക്ഷെ ഒരിക്കലും ഞാൻ വിശ്വസിക്കില്ല സാറിനെ പറ്റി അങ്ങനെ പറഞ്ഞാൽ. ആദ്യമായിട്ടാണോ നേരിട്ട് കാണുന്നത്? നേരിട്ട് കണ്ടൊരു സന്തോഷമായില്ല? സന്തോഷമായി, ഒരുപാട് സന്തോഷമായിട്ട് എനിക്ക്. ഏകദേശം എത്ര ദിവസം മുന്നാണ് ഇങ്ങനെ ഇത് വാഗ്ദാനം ചെയ്തത്? ഇങ്ങനെ 8 മാസമായി. അപ്പൊ ജയിലിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം വാക്ക് പാലിച്ചല്ലേ? പിന്നീട് അങ്ങോട്ട് ചേച്ചി കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു? എനിക്കിത് തന്നത് ഏഞ്ചൽ ഗ്രൂപ്പാണ്. അവരുടെ ഒരു സഹായത്തോടെയാണ് ഞാനിപ്പോൾ ഈ പഠനോപകരണങ്ങളൊക്കെ തന്നത്. ബോച്ചയിലെ ആദ്യമായിട്ട് ബോച്ചയിലെ